യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ശാന്തരാത്രി തിരുരാത്രി. നമുക്ക് ആഷ്മി ഇനി അങ്ങോട്ട് നമുക്ക് വയനാട് പോകാം. വയനാട് ചീയമ്പം അവിടെ മാർ ബസേലിയസ് തീർത്ഥാടന കേന്ദ്രത്തിൽ എന്താണ് യാക്കോബായ സഭ മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ സ്റ്റെഫാനോസ് മോർ ഗീവർഗീസ് മെത്രാപ്പോലിത്ത തിരുകർമ്മങ്ങൾക്ക് അവിടെ നേതൃത്വം നൽകുകയാണ്. സുർജിത്തെ ഇപ്പോൾ തത്സമയം ഇവിടെ നേരിടുന്നുണ്ട്. വയനാട്ടിൽ നല്ല തണുപ്പ് എങ്ങനെയാ സുർജിത്തെ? ക്രിസ്മസ് ഒക്കെ തണുപ്പിൽ പെട്ടുപോയോ? നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് എന്ന് പറയുമ്പോൾ അത് 10 ഡിഗ്രിയിൽ താഴെയാണ് തണുപ്പ്. 10 ഡിഗ്രി ഒരു വാർത്തയാണല്ലോ 10 ഡിഗ്രി താന്നുള്ളത്. വലിയ രീതിയിലുള്ള വിശ്വാസ സമൂഹത്തെ നമുക്ക് കാണാൻ 10 ഡിഗ്രിയിൽ എത്തിയിട്ടുണ്ട്. 10 ഡിഗ്രിയിൽ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചീയമ്പം പള്ളിയിലാണ്. ചീയമ്പം പള്ളിയിൽ തിരുകർമ്മങ്ങൾ ഇപ്പോൾ അവസാനിച്ചു. ഇവിടെയൊക്കെ തന്നെ പാതിര കുർബാന നേരത്തെ അവസാനിക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം വന്യമൃഗ പ്രശ്നങ്ങളാണ്. പുറത്ത് കരോൾ ഉൾപ്പെടെ ഉള്ളവ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ സ്റ്റെഫാനോസ് തിരുമേനി അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് രാവിലെ ഞാൻ കണ്ടതാണ്. എന്തായാലും തിരുകർമ്മങ്ങൾ അവസാനിച്ചു. ഈ കരോളിലേക്കൊക്കെ പോവുകയാണല്ലേ? വളരെ സന്തോഷവും അനുഗ്രഹകരമായിട്ട് നടന്നു. കടുത്ത തണുപ്പും കാട്ടുമൃഗങ്ങളെക്കുറിച്ചുള്ള വലിയ പേടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാ ശുശ്രൂഷകളും നേരത്തെ തന്നെ നമ്മൾ പൂർത്തിയാക്കുന്നത്. എങ്കിലും എല്ലാ വിശ്വാസികളും എല്ലാ പ്രതിസന്ധികളെയും മറന്ന് വിശ്വാസതീഷ്ണതയ്ക്ക് ഒട്ടും കുറവ് വരാതെ എല്ലാ പ്രാർത്ഥനാ ശുശ്രൂഷകളും സംബന്ധിച്ച് എന്നുള്ളത് ഏറെ സന്തോഷകരവും അഭിമാനകരവും അനുഗ്രഹകരവും. നമുക്ക് പുറത്തേക്കൊന്ന് പോവാം. ഇത് പള്ളിയുടെ അകത്ത് തിരുകർമ്മങ്ങൾ പൂർത്തിയായി. ഇവിടെ ഇതാ കരോള് നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഭയങ്കര ഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെ കരോള് സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇതിന് ശേഷം ഒരു ഭക്ഷണം കഴിച്ച് പിരിയുന്നതാണ് ഇതിന്റെ ഒരു രീതി. ഇവിടെ നമുക്ക് കരോൾ കാണുന്നു. പാട്ടൊക്കെ പാടി വളരെ ആഘോഷത്തോടുകൂടി വിശ്വാസ സമൂഹം പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വയനാടിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ചീയമ്പത്ത് കഴിഞ്ഞ ദിവസം കടുവാശല്യം ഉണ്ടായ സ്ഥലമാണ്. പുൽപ്പള്ളിക്ക് അടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ പലരും കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള ആളുകളാണ് പലരും ഉള്ളത്. കാരണം ഇവിടെ ഈ പുൽപ്പള്ളിയിലെത്തിയാൽ നമുക്ക് കോട്ടയം കാണാൻ കഴിയും, പാല കാണാൻ കഴിയും, അതുപോലെ തിരുവല്ല കാണാൻ കഴിയും. അങ്ങനെ തെക്കൻ പ്രദേശങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തിരുകർമ്മങ്ങളുടെ അതിനുശേഷം ഇപ്പോൾ അഭിവന്ദ്യ പിതാവ് ഇവിടേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നു. ഈ കരോൾ ആഘോഷങ്ങളുടെ ഭാഗമായി അദ്ദേഹവും ഇവിടേക്ക് എത്തിച്ചേർന്നു. ക്രിസ്മസ് പാപ്പ, നമുക്ക് ക്രിസ്മസ് പാപ്പായെ കാണാൻ കഴിയുന്നു. അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ക്രിസ്മസ് ആഘോഷം വയനാട്ടിൽ പൊടിപിടിക്കുന്നു പല ഭാഗങ്ങളിലും. പക്ഷേ നമ്മൾ കരുതേണ്ട ഒന്ന് തണുപ്പുണ്ട്. വലിയ തണുപ്പാണ്. അത് 10 വരെ പലയിടങ്ങളിലും തണുപ്പ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വന്യമൃഗ ശല്യവും രൂക്ഷമാണ് പല മേഖലകളിലും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സമയപരിധി കുറച്ചിരിക്കുന്നത്. ടൗണിലെ പള്ളികളിലൊക്കെ പാതിരാ കുർബാന മറ്റിടങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പുൽപ്പള്ളി, നടവയൽ ഉൾപ്പെടെയുള്ള വന്യമൃഗ ശല്യമുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ പാതിരാ കുർബാന അത് നേരത്തെ അവസാനിപ്പിക്കുന്നതാണ് രീതി. താങ്ക് യു. വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.